നൈജീരിയയിൽ നിന്നുള്ള 14-കാരിയായ കത്തോലിക്ക കൗമാരക്കാരി വിവിയൻ ഉച്ചേച്ചി ഒഗുവിന്റെ വിശ്വാസ സാക്ഷ്യം ആഗോള ശ്രദ്ധ നേടുന്നു. വിശുദ്ധി സംരക്ഷിക്കാൻ ജീവൻ പോലും ത്യജിച്ച അവളുടെ ജീവിതവും വിശ്വാസവും വിശുദ്ധ പദവിയിലേക്കുള്ള അവളുടെ പാത തുറക്കുകയാണ്. ഹീറോയിക് വിറ്റ്നസ്, അതായത് വീരസാക്ഷ്യം, ഇതാണ് ഇന്ന് വിവിയൻ ഒഗുവിന്റെ ജീവിതത്തെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദം. 1995 ഏപ്രിൽ നൈജീരിയയിൽ ജനിച്ച വിവിയൻ ബെനിൻ സിറ്റി കത്തോലിക്ക അതിരൂപതയിലെ അംഗമായിരുന്നു. 2009 നവംബർ 15 ആയുധധാരികളായ കൊള്ളക്കാർ വീട് ആക്രമിക്കുകയും അവളെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ വിവിയൻ അത് ശക്തമായി നിരസിച്ചു. വിശ്വാസത്തിൽ ഉറച്ചുനിന്ന അവൾ മരണത്തെ ഭയപ്പെട്ടില്ല. സായുധധാരികൾ അവളെ കൊലപ്പെടുത്തി. സഭാ പ്രതിനിധികളും വിവിയൻ ഒഗു മൂവ്മെന്റും അവളുടെ ഈ നിലപാടിനെ വിശ്വാസത്തിൽ നിന്ന് ഉയർന്ന വിശുദ്ധിയുടെ ധീരമായ സംരക്ഷണമായി വിശേഷിപ്പിക്കുന്നു. വിവിയന്റെ ആത്മീയ വളർച്ചയിൽ വിശുദ്ധ മരിയ ഗൊരേത്തിയുടെ ജീവിതം വലിയ സ്വാധീനം ചെലുത്തിയതായി മൂവ്മെന്റിന്റെ ഡയറക്ടർ ഫാദർ സ്റ്റീഫൻ ഡുംബീരി പറയുന്നു. ദൈവം ഒരുക്കിയ വീരസാക്ഷ്യത്തിന്റെ ജീവിതമെന്നാണ് വിവിയൻ ഉച്ചേച്ചി ഒഗുവിന്റെ ജീവിതത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ. 2019 ലോകമെമ്പാടുമുള്ള 25 മിഷണറി വീരസാക്ഷികളിൽ വിവിയനെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഉൾപ്പെടുത്തിയതും അവളുടെ സാക്ഷ്യത്തിന്റെ ആഗോള വ്യാപ്തി ചൂണ്ടിക്കാണിക്കുന്നു. ദേവാലയ കാര്യങ്ങളിൽ സജീവമായിരുന്ന വിവിയൻ 12-ാം വയസ്സിൽ ഹോളി ചൈൽഡ്ഹുഡ് അസോസിയേഷന്റെ ആദ്യ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. അനാഥാലയങ്ങളും ആശുപത്രികളും സന്ദർശിക്കുകയും രോഗികളായ കുട്ടികൾക്കായി ധനശേഖരണം നടത്തുകയും ചെയ്തു. കുട്ടികളുടെ ഗായക സംഘത്തിന്റെ കൊയർ മിസ്ട്രസായും സ്കൂളിലെ പ്രെയർ ടീം ലീഡറായും അവൾ സേവനമനുഷ്ഠിച്ചു. അവളുടെ ഓർമ്മയ്ക്കായി 2019 ഡിസംബറിൽ എഡോ സ്റ്റേറ്റ് സർക്കാർ ലൈംഗിക അതിക്രമത്തിൽപ്പെട്ടവർക്കുള്ള പിന്തുണയ്ക്കായി വിവിയൻ ഒഗു സെക്ഷൽ അസോൾട്ട് റെഫറൽ സെന്റർ സ്ഥാപിച്ചു. 2023 ഒക്ടോബറിൽ ബെനിൻ സിറ്റി അതിരൂപത വിവിയന്റെ നാമകരണ നടപടികൾക്കായുള്ള ഒരുക്കങ്ങൾ ഔദ്യോഗികമായി ആരംഭിക്കുന്നതിനുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചു. 2014 രൂപം കൊണ്ട വിവിയൻ ഒഗു മൂവ്മെന്റ് അവളുടെ വിശ്വാസ ജീവിതം പ്രചരിപ്പിക്കുകയും കല്ലറ സംരക്ഷിക്കുകയും യുവജനങ്ങളിൽ വിശ്വാസം, ധൈര്യം, പവിത്രത എന്നീ മൂല്യങ്ങൾ വളർത്തുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നു. വിവിയന്റെ വിശ്വാസത്തിന്റെയും ധീരതയുടെയും ജീവിതം ഇന്നും അനേകം യുവാക്കൾക്ക് പ്രചോദനമായി തുടരുന്നു. വിവിയൻ ഒഗുവിന്റെ വിശുദ്ധ പദവി പ്രഖ്യാപനത്തിന്റെ പുരോഗതികൾ അറിയാൻ ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.